ഇവൻ്റെ പേര് റെക്സ് എന്നാണ്. ഗോൾഡൻ റിട്രീവർ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഡോഗാണ്. ഇവൻ്റെ ഫാദറും മദറും എന്ന് പറഞ്ഞാൽ ഷോയിൽ ചാമ്പ്യനാണ്, മദറും ഫാദറും. ഇവനെന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഒബീഡിയൻസും ഒരുപാട് ഫിലിമുകളിലെല്ലാം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഡോഗാണ്. ഇപ്പോഴും പുതിയ 2 സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇറങ്ങിയ പീസ് എന്ന് പറയുന്ന സിനിമയിൽ ബ്രാഡി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നതും. പൗർണമി തിങ്കൾ എന്ന് പറഞ്ഞ സീരിയലിൽ ക്യാപ്സി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലെ പരസ്യത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന കുറുവ എന്ന് പറയുന്നൊരു ഫിലിമുണ്ട്. അതിൽ റോക്കി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഒരു ഷോർട്ട് ഫിലിം ബ്രോ എന്നാണ്. അപ്പോൾ അതിൽ ബ്രോ എന്ന് തന്നെയാണ് ഇവൻ്റെ പേര്. എനിക്ക് അതായത് ആദ്യം എനിക്കൊരു ഡോഗിനെ പഠിപ്പിക്കാൻ, അതായത് ഒബീഡിയൻസൊക്കെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഒരു മെൽനോയ്സൊക്കെ വാങ്ങിക്കും മുന്നേ. അന്ന് അത്രയും ഒരു ഫണ്ടോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഒരു ഡോഗിനെ വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവൻ്റെ അച്ഛനും അമ്മയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏകദേശം അവിടെ നിന്നും ഞാൻ ഇവനെ സെലക്ട് ചെയ്തെടുത്തതാണ്. വെരി ഗുഡ്, ഗോ ബാക്ക്, യെസ് ഗോ ബാക്ക്, യെസ് ഗോ ബാക്ക്, ഗുഡ് ബോയ്, ഗോ ബാക്ക്, യെസ് ഗുഡ് ബോയ്, ഗോ ബാക്ക്, വെരി ഗുഡ്, ഗോ ബാക്ക്, ഗോ ബാക്ക്, യെസ് ഗോ ബാക്ക്, ഗുഡ് ബോയ്, ഗോ ബാക്ക്, ഗോ ബാക്ക്, യെസ്. ഇവനെ ഞാൻ ഏകദേശം ഒരു 45-50 ദിവസം പ്രായമായപ്പോൾ എടുത്തതാണ്. കുഞ്ഞുനാൾ മുതലേ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവനെ നമ്മളിവിടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് തന്നെയാണ്, നന്ദൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാൻ ഇവനെ വാങ്ങിയത്. ഇവൻ വളരെ നല്ല സ്മാർട്ടായിട്ടാണ് ഇവൻ വർക്ക് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും അതുപോലെ നമുക്ക് വീട്ടിൽ ഇണക്കി വളർത്താനും ഫ്രണ്ട്ലി ആയിട്ട് വളർത്താനും വളരെ നല്ലതാണ്. ലാബർ ഡോഗ് റിട്രീവർ, ഇത് ഗോൾഡൻ റിട്രീവർ, രണ്ടും ഒരേ കാറ്റഗറിയിലുള്ളത് തന്നെയാണ്. എല്ലാ ഡോഗും കടിക്കും, എല്ലാവർക്കും അറ്റാക്ക് എന്നുള്ളൊരു മൈൻഡുണ്ട്. പക്ഷേ ഇപ്പോൾ റോട്ട് വീലർ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബൈറ്റിംഗ് പവർ കൂടുതലാണ്. ഇവർക്ക് ആ ഒരു സംഭവം ഇല്ല എന്നേ ഉള്ളൂ, പവർ കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ ഇവരിലും കടിക്കുന്നവരുണ്ട്. ഒരു 100 ഡോഗ് എടുത്താൽ അതിലൊരു 10 പേരെങ്കിലും മിനിമം നല്ല രീതിയിൽ അഗ്രഷൻ ഉള്ളവർ തന്നെയാണ്. പക്ഷേ പിന്നെ നമ്മൾ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് അവരെ സ്നേഹിച്ച് അവരുമായിട്ടുള്ള ആ ഒരു സോഷ്യൽ ചെയ്ത് വളർത്തും പോലെ ഇരിക്കും അവർ നമ്മളടുത്ത് വളർന്നു വരുമ്പോൾ പ്രതികരിക്കുന്നു. ഇവൻ ശരിക്കും റിട്രീവിങ് ചെയ്യുക, ഇവന് ഇന്ന വർക്കൊന്നുമില്ല, എന്ത് വർക്ക് വേണമെങ്കിലും പറഞ്ഞാൽ മതി, അത് ചെയ്യും. കാരണം ഇവനെ നമ്മൾ ഷൂട്ടിംഗ് കൊണ്ടുപോയിട്ടും ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാം ഒരു ഷോട്ട് അല്ലെങ്കിൽ 2 ഷോട്ട് അത് ടേക്ക് തന്നെയാണ്, എല്ലാം ക്ലിയർ ആയിരിക്കും. അതാണ് ഇതുവരെയും ഉള്ള വർക്കിൽ എനിക്ക് ഏറ്റവും കിട്ടിയിട്ടുള്ളത്. ഒരു കാര്യം ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി, എന്ത് ചെയ്യണമെന്ന് ഒരൊറ്റ പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ മതി, അടുത്ത പ്രാവശ്യം തൊട്ട് അവൻ അത് കറക്റ്റായിട്ട് അവൻ ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകം. കാരണം നമുക്ക് ഒരു മനുഷ്യൻ്റെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ഇവൻ്റെ അടുത്ത് പെരുമാറാൻ പറ്റും. നമ്മൾ എന്ത് പറഞ്ഞു തരുന്നാലും മനസ്സിലാവും. കോൾ മീ, നോ കോൾ, വെരി ഗുഡ്, കോൾ മീ, വെരി ഗുഡ്, കോൾ, നോ സിറ്റ്, കോൾ മീ, ഗുഡ് ബൈ, കോൾ മീ, റെക്സ്, കോൾ, നോ സിറ്റ്, കോൾ മീ, നോ കോൾ മീ, നോ കോൾ, റെക്സ്, കോൾ, വെരി ഗുഡ്, കോൾ മീ, യെസ്. ഇതിലിപ്പം നമ്മളെ വിളിക്കണം, ഇപ്പം ചില ഷൂട്ടിങ്ങിൽ ചിലപ്പം വിളിക്കുക എന്നുള്ള സംഭവമാണെങ്കിൽ നമുക്ക് കോളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ വിളിക്കുന്ന ആ ഒരു സംഭവം, ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സിനിമയ്ക്ക് ആ ഒരു സീനിന് വേണ്ടി ചിലപ്പോൾ അവൻ വിളിക്കണം എന്നുള്ളതായിരിക്കാം. പക്ഷെ അത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലൈഫിൽ അതങ്ങ് പഠിച്ചിരിക്കും, പിന്നെ അത് മറക്കില്ല. അപ്പോൾ അത് പിന്നെ നമുക്ക് എപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഫെച്ച്, ഡ്രോപ്പ്, വെരി ഗുഡ്, നെക്സ്റ്റ്, ഫെച്ച്, ഹോൾഡ്, കം, ഡ്രോപ്പ്, very good, come next, come, fetch, hold, come, drop, yay, good. നമുക്കൊരു വീട്ടിൽ പഠിപ്പിക്കുന്നത് പോലെയല്ല സിനിമയ്ക്ക് വേണ്ടി ട്രെയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10-200 പേരെങ്കിലും മിനിമം അവിടെ ആൾക്കാർ കാണും, ക്യാമറ കാണും, ലൈറ്റ് കാണും. അപ്പോൾ ഇതൊന്നും കണ്ടാൽ ഡോഗ് പേടിച്ചും പോകാൻ പാടില്ല, ഷൈ ആവാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഇതെല്ലാം ഡോഗ് ശീലിച്ച് വരണം. അപ്പം നമുക്ക് സാധാരണ ഒരു ഡോഗിനെ കൊണ്ടുപോയിട്ട് നമുക്ക് ഫിലിമിൽ അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് പാടാണ്. കാരണം അത്ര ആൾക്കാരുടെ മുമ്പിൽ പെർഫോമൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഒരു 2-3 സിനിമകളിൽ സെറ്റായി കഴിഞ്ഞാൽ
പിന്നെ അവൻ പ്രശ്നമില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ഷൻ എന്ന് കേൾക്കുമ്പോഴേ ഇവർ റെഡിയാണ്. ആദ്യമായിട്ടൊക്കെ ലൈറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അവർ അതുമായിട്ടൊക്കെ സിങ്ക് ആയിക്കോളും, വേറെ കുഴപ്പമില്ല. വാടാ, കം റെക്സ്, കം, ഹോൾഡ്, കം. വെരി ഗുഡ് ബോയ്, കം. ഔട്ട്. യെസ്. നമ്മുടെ ട്രെയിനിങ് സ്കൂളിൽ വരുന്ന ഫെസിലിറ്റി എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ നമ്മളിൽ ആരായിരുന്നാലും ഒരു ഡോഗിനെ വാങ്ങിയാൽ അതിനെ പഠിപ്പിക്കാനും അതുപോലെ ദൂരെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിനിവിടെ ഹോസ്റ്റലായിട്ട് ഇവിടെ നിർത്തുകയും കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഹൗസ് ഒബീഡിയൻസ് എന്ന് പറയുമ്പോൾ 2 മാസത്തെ ക്ലാസ്സാണ്. അതിൽ നമ്മൾ ആരാണോ ഇതിനെ നോക്കുന്നത് അവർക്ക് നമ്മൾ ഇത് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്ക് നമ്മൾ എന്താണ് പഠിപ്പിച്ചത്, എങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളതിൻ്റെ ക്ലാസ് അവർക്ക് നമുക്ക് കൊടുക്കും. ഓക്കെ ആകുമ്പോൾ അവർക്ക് ഡോഗിനെ കൊണ്ടുപോകാം. അതാണ് ഇവിടെ ചെയ്യുന്നത്. ട്രെയിനിങ് പ്ലസ് ഹോസ്റ്റല്, പിന്നെ നമ്മൾ ഫിലിം ഡോഗിനെ കൊടുക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മിനിമം 5 മാസം പ്രായം പ്ലസ് വാക്സിനേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ ട്രെയിനിങ് സ്കൂളിൽ 2 മാസം നിന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഓണർക്ക് നമ്മൾ എന്താണ് പഠിപ്പിച്ചത്, എങ്ങനെ പഠിപ്പിച്ചത് എന്നുള്ളതിൻ്റെ ക്ലാസ് നമ്മൾ അവർക്ക് കൊടുക്കും. ഓക്കെ ആകുമ്പോൾ അവർക്ക് ഡോഗിനെ കൊണ്ടുപോകാം. നാടൻ ഡോഗ്സ് നമുക്കുണ്ട്, 2 പേരുണ്ട്. അവർ ഫിലിമിലൊക്കെ അഭിനയിച്ചവരാണ്, ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പം വളരെ നന്നായിട്ട് ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ഡോഗിനെയും പറ്റുമെന്ന് വെച്ചാൽ സംശയമാണ്. കാരണം ഓരോ ഡോഗിൻ്റെ മൈൻഡ് നമ്മൾ നോക്കിയിട്ട് വേണം പഠിപ്പിക്കാൻ ഓരോ രീതി. സിറ്റ് ഡൗൺ, സ്റ്റേ, സ്പീക്ക്, ലക്കി സ്പീക്ക്, സ്പീക്ക്, ഗുഡ്, വെരി ഗുഡ്, സ്പീക്ക്, യെസ്, ഗുഡ് ഗേൾ, ഗുഡ് ബോയ്, സ്പീക്ക്, വെരി ഗുഡ്, ലക്കി സ്പീക്ക്, സ്പീക്ക്, വെരി ഗുഡ്, സ്പീക്ക്, സ്പീക്ക്, കം ഗെറ്റ്. ഇവർ രണ്ടുപേരുമാണ് റെക്സിൻ്റെ അച്ഛനും അമ്മയെന്ന് പറയുന്നത്. ഇതിൻ്റെ ഓണർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നന്തൻകോടുള്ളവരാണ്. ഞാനിവനെ കുഞ്ഞുനാളിലെ ഷോയ്ക്ക് ഇറക്കിയിട്ടുണ്ട്. 2 പേരും ഷോ വിന്നിങ് ചെയ്ത ഡോഗ്സുകളാണ്. ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതിലാണ് ഹാപ്പി ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഡോഗ്സിൻ്റെ ട്രെയിനിങ് ആണ്. അപ്പോൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഹാപ്പിയാണ്.